ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ MCCയുടെ വെബ്സൈറ്റിൽ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് വന്ന് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട് ആൻഡ് അതിലുള്ള കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾക്കറിയാലോ. 15% സീറ്റ് ഓൾ ഇന്ത്യ സീറ്റ്സും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ, ബാക്കി 85% സീറ്റ്സ് നമ്മുടെ സ്റ്റേറ്റ് കോട്ടയിലേക്കുമാണ് പോവുക. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെയും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻക്ലൂഡിംഗ് എയിംസ്, ജിപ്മർ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ESIC, AFMS, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഇവിടെയൊക്കെയുള്ള കൗൺസിലിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ആ ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടൈം ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ വർഷത്തെ ബിഗ്ഗസ്റ്റ് ചേഞ്ച്, ഈ വർഷത്തെ കൗൺസിലിംഗിലെ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഹൈലൈറ്റ് ഈസ് വൺ ടൈം ഫിസിക്കൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. അതായത് നിങ്ങൾ ഒരു റൗണ്ട് കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു റിപ്പീറ്റഡ്ലി റിപ്പോർട്ട് ടു ദ ക്യാമ്പസ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ട്രാവലിങ്ങും ടൈമും പൈസയും ഒക്കെ നിങ്ങൾക്ക് ലാഭിക്കാം. സോ ഓൺലൈൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ദർ ഇസ് ഓൺലി വൺ ലൈൻ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഫോർ ദ ഫൈനൽ അലോട്ടഡ് സീറ്റ്. അപ്പൊ അത് കുട്ടികൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വർഷത്തെ ഈ ചേഞ്ച്. ആൻഡ് കുറച്ച് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിന്റെ റൗണ്ട് 1 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 4th ഓഗസ്റ്റ് മുതൽ 17th ഓഗസ്റ്റ് വരെയാണ്. ആൻഡ് റൗണ്ട് 2 24th മുതൽ 2nd സെപ്റ്റംബർ വരെയും, റൗണ്ട് 3 AIQല് 10 സെപ്റ്റംബർ മുതൽ 18 സെപ്റ്റംബർ വരെയുമാണ്. ആൻഡ് ലാസ്റ്റ് സ്ട്രേ വേക്കൻസി റൗണ്ട് 28th മുതൽ 3rd ഒക്ടോബർ വരെയാണ് ഉണ്ടാവുക. ആൻഡ് സ്റ്റേറ്റ് കോട്ട നമുക്കറിയാം. സ്റ്റേറ്റ് കൗൺസിലിംഗ് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നിങ്ങൾ MCCയിൽ അപ്ലൈ ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും നിങ്ങളുടെ ഓൾ ഇന്ത്യ സീറ്റിന് വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് കോട്ടയിൽ നോക്കുന്നവർ സെപ്പറേറ്റ് ആയിട്ട് CEയുടെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പം എല്ലാവരും കുറെ പേർക്കൊക്കെ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. MCCയിൽ രജിസ്റ്റർ ചെയ്തിട്ട് മിക്കപ്പോഴും CEയിൽ രജിസ്റ്റർ ചെയ്യാനും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനും വിട്ടുപോകും. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് കോട്ടയ്ക്ക് CEയുടെ വെബ്സൈറ്റിലാണ് പോകേണ്ടത്. ആൻഡ് സ്റ്റേറ്റ് കൗൺസിലിംഗ് ഡേറ്റ് 13th ഓഗസ്റ്റ് മുതൽ 22nd ഓഗസ്റ്റ് വരെയാണ് ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട് 31st മുതൽ 8 സെപ്റ്റംബർ വരെ. തേർഡ് റൗണ്ട് നടക്കുക 16 സെപ്റ്റംബർ മുതൽ 26 സെപ്റ്റംബർ വരെ. ആൻഡ് സ്ട്രേ റൗണ്ട് നടക്കുക 3rd ഒക്ടോബർ മുതൽ 5th ഒക്ടോബർ വരെയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പല വീഡിയോസിലായിട്ട് സ്റ്റേറ്റ് കോട്ടയിലും ഓൾ ഇന്ത്യ കോട്ടയിലും നിങ്ങൾക്ക് ഏതൊക്കെ മാർക്കും റാങ്കും ഉണ്ടെങ്കിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നു, പ്രഡിക്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് കൗൺസിലിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് കോളേജസും ചോയ്സ് ഫില്ലിങ്ങിനൊക്കെ ഉള്ള ലിസ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ കൗൺസിലിംഗിന്റെ ഷെഡ്യൂൾ നമുക്കൊന്ന് നോക്കാം. റൗണ്ട് 1 and 2 ഈ വർഷമുള്ള മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് മെയിൻ ആയിട്ട്. ബാക്കി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ MCCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിംഗ്, നമ്മൾ ലിസ്റ്റ് അനുസരിച്ചിട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്തുക. ആൻഡ് ഫസ്റ്റ് റൗണ്ടിൽ MCC സീറ്റ് അലോട്ട്മെന്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഫ്രീസ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് കാൻഡിഡേറ്റ് ആവും. ഫ്രീസ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഫ്രീസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി. ഹു ഡസ് നോട്ട് വാണ്ട് ടു അപ്ഗ്രേഡ്. ഫ്രീസ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ആള് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇറ്റ്സ് എ കാൻഡിഡേറ്റ് ഹു ഡസ് നോട്ട് വാണ്ട് ടു അപ്ഗ്രേഡ് ആൻഡ് റിട്ടേൺ ദ സീറ്റ് അലോട്ടഡ് ടു ഹിം ഓർ ഹർ. നിങ്ങൾക്ക് കിട്ടിയ സീറ്റിൽ നിങ്ങൾ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നെസസറി ആയിട്ടുള്ള നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യും. MCC പോർട്ടലിൽ നിങ്ങൾ സോഫ്റ്റ് കോപ്പി ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യും. ആൻഡ് നിങ്ങൾ ഫിസിക്കലി പറയുന്ന ഡേറ്റിൽ, അപ്പൊ അവർ നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് തരുമല്ലോ, ആ ഡേറ്റിൽ നിങ്ങൾ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് ചെയ്യും. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യാം. ഇനി അറ്റ് ദ സെയിം ടൈം നിങ്ങൾ സ്റ്റേറ്റ് കൗൺസിലിംഗ് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ യു ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ സ്റ്റേറ്റ് കൗൺസിലിംഗ്. ഇനി സ്റ്റേറ്റ് കൗൺസിലിംഗ് നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, wants to join state in case നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ബട്ട് യു വാണ്ട് ടു ജോയിൻ സ്റ്റേറ്റ് അലോട്ടഡ് സീറ്റ്, കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു സറണ്ടർ AIQ സീറ്റ്, സബ്മിറ്റ് റെസിഗ്നേഷൻ അറ്റ് ദ AIQ അഡ്മിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇപ്പൊ 2 സീറ്റ് ഉണ്ടല്ലോ. റൗണ്ട് 1 AIQലെ സീറ്റും കിട്ടി, സ്റ്റേറ്റിലെ സീറ്റും കിട്ടി. പക്ഷെ നിങ്ങൾക്ക് സ്റ്റേറ്റിലെ സീറ്റാണ്, നിങ്ങൾ ഫ്രീസ് കാൻഡിഡേറ്റ് ആണ്, പക്ഷെ നിങ്ങൾക്ക് സ്റ്റേറ്റിലെ സീറ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ AIQ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നിങ്ങൾ ഫിസിക്കലി നിങ്ങളുടെ റെസിഗ്നേഷൻ ലെറ്റർ, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ സറണ്ടർ ചെയ്യാണെന്നുള്ള ലെറ്റർ കൊടുക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ റൗണ്ട് 1 നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ചെയ്യാം. നിങ്ങൾ ഇത് റൗണ്ട് 2 ചെയ്യുന്നതെങ്കിൽ വിത്ത് ഫോർ ഫീച്ചർ, നിങ്ങൾ അവിടെ പേ ചെയ്ത ഡെപ്പോസിറ്റും പൈസയൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല, റീഫണ്ട് ഉണ്ടാവില്ല. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി ഒരു ഫ്ലോട്ട് കാൻഡിഡേറ്റ് ആരാണ്? It is a candidate who gives willingness for upgradation for next round through online mode only. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ സീറ്റ് മാത്രമല്ല നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങൾ നെസസറി വൺ ടൈം അപ്ലോഡ് ഓഫ് ക്ലിയർ സോഫ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് നിങ്ങൾ MCC പോർട്ടലിൽ എല്ലാം അപ്ലോഡ് ചെയ്യും. And can perform online joining at the allotted institute, generate professional admission letter. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടി.
അപ്പൊ നിങ്ങൾ ഒരു ഫ്ലോട്ട് കാൻഡിഡേറ്റ് ആണ്, സോ നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൺലൈൻ അഡ്മിഷൻ ജനറേറ്റ് പ്രൊഫഷണൽ അഡ്മിഷൻ ലെറ്റർ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് വാണ്ട്സ് ടു ജോയിൻ, അപ്പം അറ്റ് ദ സെയിം ടൈം നിങ്ങൾ സ്റ്റേറ്റ് കൗൺസിലിംഗിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം want to join state seat will have to submit online resignation which is automatically recorded on MCC portal once submitted by the candidate. ഇവിടുത്തെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ റെസിഗ്നേഷൻ നിങ്ങൾ ഒരു ഫ്ലോട്ട് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഫിസിക്കലി പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഓൾ ഇന്ത്യ കോട്ടയിലെ സീറ്റ് നിങ്ങൾ വേണ്ടാന്ന് വെക്കാണ്, അവിടെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് നിങ്ങളുടെ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യാം. അതാണ് ഫ്രീസ് കാൻഡിഡേറ്റും ഫ്ലോട്ട് കാൻഡിഡേറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. സോ നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾ AIQ സീറ്റ് ആണോ സ്റ്റേറ്റ് സീറ്റ് ആണോ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. So whatever you're using, one option is freeze candidate seat freeze ചെയ്തതുകൊണ്ട് ഫിസിക്കലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങളുടെ റെസിഗ്നേഷൻ കൊടുക്കണം. പക്ഷേ ഫ്ലോട്ട് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യാം ആൻഡ് അത് MCC പോർട്ടലിൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ആകും. ഇതും റൗണ്ട് 1 ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ആണ്, റൗണ്ട് 2 വിത്ത് ഫോർഫീച്ചർ ആണ്. പിന്നെ വരുന്നതാണ് റൗണ്ട് 3. അപ്പം ഈ 2 റൗണ്ടിലും ഇതില്ലാത്തവർ, അതായത് അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്നവർ വീണ്ടും എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിംഗ് ഡൺ ബൈ ദ കാൻഡിഡേറ്റ് ഫോർ റൗണ്ട് 3 ആൻഡ് സീറ്റ് അലോട്ട്മെന്റ് MCC സീറ്റ് അലോട്ട്മെന്റ് ചെയ്യും. ആൻഡ് ഫ്രഷ് അലോട്ട്മെന്റ് 3 കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. വൺ ഇസ് ഫ്രഷ് അലോട്ട്മെന്റ് ഓഫ് റൗണ്ട് 3. റൗണ്ട് 3 ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് സീറ്റ് അലോട്ടഡ് കിട്ടി. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഇസ് സീറ്റ് റിട്ടൈൻഡ് ഓഫ് റൗണ്ട് 1 ആൻഡ് റൗണ്ട് 2, നോ അപ്ഗ്രഡേഷൻ. അതായത് നിങ്ങൾക്ക് റൗണ്ട് 3 കിട്ടിയ സീറ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് 1 and 2 സീറ്റ്സ് റിട്ടൈൻ ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഇസ് ദർ, യുവർ സീറ്റ് ഇസ് സേഫ് ദർ ആൻഡ് ദർ ഇസ് നോ അപ്ഗ്രഡേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിലും യു ഹാവ് ടു റിപ്പോർട്ട് ടു ദ അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി മൂന്നാമത്തത് ഫ്ലോട്ട് കാൻഡിഡേറ്റ്സ് ഓഫ് റൗണ്ട് 1 and 2 ഹു ഗോട്ട് അപ്ഗ്രേഡഡ്. ഇവിടെ ഫ്രഷ് ആയിട്ട് അലോട്ടഡ് ആയവരല്ല, സീറ്റ് അവിടെ റിട്ടൈൻ ആയവരുമല്ല, ഫ്ലോട്ട് കാൻഡിഡേറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റിൽ നിന്നും ഒരു ബെറ്റർ സീറ്റ് നിങ്ങൾക്ക് ഇപ്പം മറ്റൊരു കോളേജിൽ കിട്ടി, ഐ മീൻ ഒരു ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടി. സോ യു ആർ ഹാപ്പി ടു ഗോ ദർ. അങ്ങനെയാണെങ്കിൽ യു ഗോട്ട് അപ്ഗ്രേഡഡ്, റൈറ്റ്? സോ ഇൻ ദാറ്റ് കേസ് ഓൾസോ യു ഹാവ് ടു ഫിസിക്കലി റിപ്പോർട്ട് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിലും യു ഹാവ് ടു റിപ്പോർട്ട് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് നെസസറി ഡോക്യുമെന്റ്സ് ആൻഡ് കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു ജോയിൻ ദി അലോട്ടഡ് സീറ്റ്. നോൺ ജോയിനിങ് കാൻഡിഡേറ്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വിൽ ബി ഫോർഫീറ്റഡ്, നോ റെസിഗ്നേഷൻ ഇസ് അലൗഡ്. ഓക്കെ, ആൻഡ് സ്ട്രേ റൗണ്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റില്ല. ബൈ ദിസ് round you have to decide whether you are using your retained seat or you are using your upgraded seat or your freshly allotted seat in round 3. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഫ്ലോ ചാർട്ട് ആണ്. റൗണ്ട് 1 സീറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് വില്ലിംഗ്നെസ് ഫോർ അപ്ഗ്രഡേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓൺലൈൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മതി. പക്ഷെ നോ ആണ് നിങ്ങൾ കൊടുക്കുന്ന, അപ്ഗ്രേഡ് ചെയ്യുന്നില്ല അല്ലെ, നമ്മൾ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് ചെയ്ത് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക, സീറ്റ് ഉറപ്പാക്കുക. പിന്നെ നമ്മളൊരു ഫ്ലോട്ട് കാൻഡിഡേറ്റ് ആണ് അല്ലെ, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റൗണ്ട് 2 നമുക്ക് സീറ്റ് കിട്ടി, അപ്പൊ അവിടെ നമുക്ക് ഫ്രഷ് അലോട്ട്മെന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടൈൻഡ് സീറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് അപ്ഗ്രേഡഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ വി ക്യാൻ യൂസ് അപ്ഗ്രേഡഡ് സീറ്റ് ഓൾസോ. ആൻഡ് അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഗിവ് വില്ലിംഗ്നെസ് ഫോർ അപ്ഗ്രഡേഷൻ. നമ്മൾ 3rd റൗണ്ടിലേക്ക് അപ്ഗ്രഡേഷന് ഫ്ലോട്ട് കാൻഡിഡേറ്റ് ആയിട്ട് വില്ലിംഗ്നെസ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, വില്ലിംഗ്നെസ് ഒരു അപ്ഗ്രഡേഷൻ ഇൻ റൗണ്ട് 3 ഓൺലൈൻ, നമ്മൾ ഓൺലൈൻ ആയിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മതി. ആൻഡ് സീറ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് ചെയ്യുക, നമ്മുടെ സീറ്റ് ഉറപ്പാക്കുക. ആൻഡ് നമ്മൾ 3rd റൗണ്ടിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള വില്ലിംഗ്നെസ് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് റൗണ്ട് 2 കിട്ടിയ സീറ്റിൽ നമ്മൾ പോയിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ റിട്ടൈൻ ചെയ്ത സീറ്റിൽ പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അതാണ് ആ ഒരു ഫ്ലോ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ റൗണ്ട് 3 ഞാൻ പറഞ്ഞു, അലോട്ട്മെന്റ് ഫ്രഷ് അലോട്ട്മെന്റ് ആവാം, അപ്ഗ്രേഡഡ് സീറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കിട്ടിയ നമ്മുടെ സീറ്റ് ആവാം, നമുക്ക് പോയി റിപ്പോർട്ട് ചെയ്യാം. ഇനി അല്ലെങ്കിലോ നോട്ട് അപ്ഗ്രേഡഡ് ആണെങ്കിൽ earlier നമ്മൾ റിട്ടൈൻ ചെയ്ത സീറ്റ് ആയിരിക്കും. ജോയിൻസ് റൗണ്ട് 3 അലോട്ടഡ് സീറ്റ് ബൈ ഫിസിക്കലി റിപ്പോർട്ടിംഗ് അറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ദി എൻഡ് ഓഫ് ഇറ്റ് നിങ്ങൾ ഫൈനൽ റൗണ്ട് ആവുമ്പോഴേക്കും യു വുഡ് ഹാവ് ഡിസൈഡഡ്, റൈറ്റ്, വെദർ യു ആർ ജോയിനിങ് ഓൺ AIQ ഓർ സ്റ്റേറ്റ്. അത് മീൻസ് ഓൾറെഡി ഫസ്റ്റ് ഇതിൽ പറഞ്ഞു. സോ യു ഹാവ് ടു ഡിസൈഡ് ആൻഡ് യു ഹാവ് ടു ജോയിൻ. സോ ഇഫ് യു ആർ ജോയിനിങ് യു ഹാവ് ടു ഫിസിക്കലി റിപ്പോർട്ട് ആൻഡ് സബ്മിറ്റ് ദ ഡോക്യുമെന്റ്. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ അപ്ഗ്രഡേഷൻ ഫോർ ഫർദർ റൗണ്ട്സ്, നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുകയും ആൻഡ് ഓൺലൈൻ ആയിട്ട് നിങ്ങളുടെ റെസിഗ്നേഷൻ കൊടുക്കുകയും ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ഹിയർ. അപ്പൊ നിങ്ങൾക്ക് ഈ വർഷത്തെ പ്രോസസ്സിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ അപ്ഗ്രഡേഷൻ നോക്കുകയാണെങ്കിൽ മറ്റു റൗണ്ട്സിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി എ ഫ്ലോട്ടിംഗ് കാൻഡിഡേറ്റ്, ബട്ട് ഇഫ് യു ആർ നോട്ട് ലുക്കിംഗ് ഫോർ ദാറ്റ് യു ക്യാൻ ബി എ ഫ്രീസിംഗ് കാൻഡിഡേറ്റ് ഇൻ ഓൾ ഇന്ത്യ കോട്ട. സ്റ്റേറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് അതേ സമയം തന്നെ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഗെയിൻ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് മിസ് പറഞ്ഞു തന്നിരുന്നു. ആൻഡ് ഐ ഹോപ്പ് ഡേറ്റ്സ്
എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഡേറ്റ്സ് നോക്കുക ആൻഡ് നെസസറി ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെക്കുക. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ നീറ്റ് സ്കോർ കാർഡ് വേണം, അഡ്മിറ്റ് കാർഡ് വേണം, ക്ലാസ് 10th and 12th സർട്ടിഫിക്കറ്റ്, ഗവൺമെന്റ് ഫോട്ടോ ID പ്രൂഫ്, പ്രിഫറബിളി യുവർ ആധാർ കാർഡ്, ആൻഡ് കാറ്റഗറി സ്റ്റുഡൻസിനുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്, EWS PWD സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഒരു 8 എണ്ണം വെച്ചോളൂ. ആൻഡ് ഇറ്റ് ഷുഡ് ബി നിങ്ങൾ നിങ്ങളുടെ നീറ്റ് രജിസ്ട്രേഷന്റെ സമയത്ത് യൂസ് ചെയ്ത അതേ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ആൻഡ് അതർ ഡോക്യുമെന്റ്സ് മെൻഷൻഡ് ഇൻ ദ MCC ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആസ് റിക്വയർഡ്. ഈ ബുള്ളറ്റിൻ വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. അതിൽ ബാക്കി ഡോക്യുമെന്റ്സും പിന്നെ NRI കാൻഡിഡേറ്റ്സിന്റെ കാര്യവും PWD കാരുടെ കാര്യവും ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചോയ്സ് ഫില്ലിംഗ് നിങ്ങൾ ലാസ്റ്റ് ഡേ വരെ വെക്കാണ്ടിരിക്കുക. ആൻഡ് ആസ് മെനി റിയലിസ്റ്റിക് ചോയ്സസ് ആസ് പോസിബിൾ നിങ്ങൾ ഫില്ല് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളൊരു ജെന്വിൻ നിങ്ങൾക്കൊരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് ഫില്ലിംഗ് നടത്തുക. നല്ലപോലെ ആലോചിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് മാത്രം ചോയ്സ് ഫില്ലിംഗ് ചെയ്യുക. അപ്പം ഇതിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇവർ ഈ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടിരിക്കുന്നത്, എന്താണ് ഫ്രീസ് കാൻഡിഡേറ്റ്, എന്താണ് ഫ്ലോട്ട് കാൻഡിഡേറ്റ്, ഓക്കെ, ഓൾ ഇന്ത്യ കോട്ടയിൽ, പിന്നെ എന്താണ് ഈ കാൻഡിഡേറ്റ് ചെയ്യേണ്ടത്, ഈ വർഷത്തെ ഡിഫറൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. മറ്റു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. അടിപൊളിയായിട്ട് ആലോചിച്ച് തീരുമാനമെടുത്ത് നിങ്ങളുടെ ലിസ്റ്റ് ഒക്കെ ഫൈനലൈസ് ചെയ്യുന്നതിന് ശേഷം മാത്രം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. ഇനി അധികം ടൈം ഇല്ല. കറക്റ്റ് ഡേറ്റ്സും ടൈം ലൈനും ഒക്കെ നോക്കുക. ഓൾ ദി ബെസ്റ്റ്.